കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 ശമൂവേലിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, പണ്ട് ഇസ്രയേലിൽ ഒരുത്തൻ ദൈവത്തോട് ചോദിപ്പാൻ പോകുമ്പോൾ വരുവിൻ നാം ദർശകൻ്റെ അടുക്കൽ പോക എന്ന് പറയും. ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നവനെ അന്ന് ദർശകൻ എന്ന് പറഞ്ഞു വന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം അടുത്ത് പോകുന്നില്ല. പണ്ടും ദൈവമക്കളടുത്ത് പ്രവാചകൻ, ദൈവം ഏർപ്പെടുത്തി വെച്ച കുറേ പ്രവാചകന്മാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകുന്നവർ ദർശകൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന് പറയും. ദൈവത്തിൽ നിന്ന് ദർശനം പ്രാപിച്ച് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ അന്ന് കള്ളപ്രവാചകന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നിട്ടും അതിൽ വിരലെണ്ണ ഒരു 8-9 നല്ല പ്രവാചകന്മാരും അന്നത്തെ കാലത്തിലുണ്ടായിരുന്നു. അതിൽ ശമൂവേൽ പ്രവാചകനാണ് ഏറ്റവും ഉന്നതനമായ ഒരു മഹാനുമായ ഒരു പ്രവാചകൻ ആയിരുന്നത്. ശമൂവേൽ മാത്രമാണ്. അപ്പോൾ ആ ഒരു ഇസ്രായേൽ നോക്കിയപ്പോൾ നല്ല പ്രവാചകന്മാരിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് ആ ഒരു ശമൂവേൽ പ്രവാചകനാണ്. അപ്പോൾ നമുക്കും ഇന്ന് ഈ ശമൂവേൽ പ്രവാചകന്മാരെ പോലെ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ഉള്ളത് പറയുന്ന പ്രവാചകന്മാരടുത്ത് പോയി ആലോചന ചോദിക്കേണ്ട ദൈവം നമുക്ക് നൽകട്ടെ. പ്രാർത്ഥിക്കുക. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ചു വഴി നടത്തിയ സ്വർഗസ്ഥ പിതാവേ, പണ്ട് തൊട്ടേ കള്ളപ്രവാചകന്മാരിരുന്നാലും കർത്താവെ, അവരിടയിൽ നല്ല മഹാന്മാരായ നല്ല പ്രവാചകന്മാരെയും അങ്ങ് ഏർപ്പെടുത്തിയിരുന്നു. അതേപോലെ തന്നെ ഇപ്പോഴും കർത്താവെ, ജനങ്ങളെ തെറ്റിക്കുന്ന കള്ളപ്രവചനം പറയുന്ന അനേക ചെന്നായ്ക്കളെ നാം അറിയുന്നു. അവർ ആട്ടിൻ തോലും പോർത്തിക്കൊണ്ട് ഇവരടുത്ത് വന്ന് ജനങ്ങളെ എങ്ങനെ ഭക്ഷിക്കാമെന്ന് പറഞ്ഞു വരുമ്പോൾ കർത്താവെ, ജനം അതിൽ വീഴാതെ തങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ തക്കവണ്ണമുള്ള സ്വർഗീയ ജ്ഞാനത്താൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു കുഴിയിലും നിൻ്റെ മക്കൾ വിഴുന്നു പോകാതെ അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാൻ അങ്ങയുടെ കരം പിടിച്ച് വഴി നടത്തണമേ. ഇവരെ നീ അനുഗ്രഹിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശീർവദിക്കണമേ കർത്താവ്. ഇവരുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.